വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വാർത്ത അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ ബ്രേക്കിംഗ് ന്യൂസായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. നമ്മൾക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പലതവണ അദ്ദേഹം കടുത്ത രോഗാവസ്ഥയിലാവുകയും ആശുപത്രിയിലാവുകയും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ നിന്നെല്ലാം ആരോഗ്യവാനായി അല്ലെങ്കിൽ ചികിത്സയിൽ കൂടുതൽ ആരോഗ്യം മെച്ചപ്പെടുത്തിയൊക്കെ അദ്ദേഹം മടങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും മനസ്സിലേക്ക് വരുന്ന ആ ഒരു ദൃശ്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ആശുപത്രി വാസത്തിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ വിശ്വാസികളെയൊക്കെ അവിടേക്ക് എത്തിയവരെയൊക്കെ അഭിവാദ്യം ചെയ്ത് മടങ്ങുന്ന അല്ലെങ്കിൽ വത്തിക്കാനിലേക്ക് പോകുന്ന പോപ്പിനെയാണ് നമ്മളെല്ലാം കണ്ടത്, ദൃശ്യങ്ങളിലൂടെ കണ്ടത്. പക്ഷേ കടുത്ത രോഗബാധ, ന്യൂമോണിയ ബാധയാണ് അദ്ദേഹത്തെ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് അദ്ദേഹത്തെ ബാധിച്ചിരുന്നത്. പക്ഷേ ആ അവസ്ഥകളിലൊക്കെ പലപ്പോഴും അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന നിലയുണ്ടായിരുന്നു. പല മെഡിക്കൽ ബുള്ളറ്റിനുകളും ആ നിലയിൽ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ ഒക്കെ മുന്നോട്ട് പോയത്. പക്ഷേ അതെല്ലാം വിഫലമായിരിക്കുന്നു. പോപ്പിൻ്റെ മരണവാർത്തയാണ് വന്നിരിക്കുന്നത്. മരണവാർത്ത സ്ഥിരീകരിച്ച് വാർത്താ ഏജൻസികളിലൂടെ ഇപ്പോൾ അത് ലോകമെമ്പാടും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു എന്നുള്ളതാണ്. ലോകം ഏറെ ആദരവോടെ തന്നെയാണ് ക്രൈസ്തവ വിശ്വാസ സമൂഹത്തോടൊപ്പം തന്നെ അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം വളരെ ആദരവോടെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ലോക സാഹചര്യങ്ങളിൽ പല പ്രശ്നങ്ങളിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട്, അദ്ദേഹത്തിൻ്റെ സമീപനം, അദ്ദേഹത്തിൻ്റെ ലാളിത്യം, ഇടപെടൽ, ഇതെല്ലാം എല്ലാവരുടെയും മനസ്സിൽ, ലോകത്തിൻ്റെ മുൻപിൽ മനസ്സിൽ ഇങ്ങനെ നിറവോടെ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയുമ്പോൾ ഇതെല്ലാം എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച സവിശേഷതകൾ തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു എന്ന ദുഃഖകരമായ ഒരു വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. വത്തിക്കാൻ സ്ഥിരീകരിക്കുന്നതോടെയാണ് അത്തരമൊരു വിവരം ഇപ്പോൾ ലോകമെമ്പാടേക്കും ലോകത്തിൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. വാർത്താ ഏജൻസികൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ വിവരങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നതുകൂടി പറയേണ്ടതുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു എന്ന വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. മാറ്റിവെച്ച് ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി അത് മാറുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടാണ്, നിര്യാണം ആണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അദ്ദേഹം അനാരോഗ്യം അദ്ദേഹത്തെ പിടികൂടിയിരുന്നു. അനാരോഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു അദ്ദേഹം. കലശലായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, കടുത്ത ന്യൂമോണിയ ഒക്കെ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ നിന്നൊക്കെയാണ് അദ്ദേഹം മറികടന്ന് പലപ്പോഴും വന്നത്. ആശുപത്രി വാസത്തിന് ശേഷം, ആഴ്ചകൾ നീണ്ട ആശുപത്രി വാസത്തിന് ശേഷമൊക്കെ അദ്ദേഹം ആശുപത്രി മുൻപ് വിട്ട സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ താൽക്കാലികമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആരോഗ്യപരമായി മെച്ചപ്പെട്ടു എന്ന് കരുതിയതൊക്കെ വളരെ താൽക്കാലികമായി മാത്രമായിരുന്നു. ഒരുപാട് സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ ഈ പദവിയിലേക്ക് എത്തുമ്പോൾ, മാർപ്പാപ്പയായി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ ഒന്നൊന്നായി ഇങ്ങനെ ലോകം അന്നു തന്നെയും ഒട്ടേറെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ അത് വീണ്ടും, പിന്നീട് ആ പദവിയിൽ അദ്ദേഹം മാർപ്പാപ്പയായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും കത്തോലിക്ക സമൂഹത്തെ നയിക്കുമ്പോഴുമൊക്കെ അതിനപ്പുറം ലോകത്തിൻ്റെ ആകെ ആദരവ് ഏറ്റുവാങ്ങിയ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ എന്നുള്ള വലിയ സവിശേഷതയൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ ഇങ്ങനെ നമ്മളെല്ലാം അറിയുകയും മനസ്സിലാക്കുകയും കൂടുതൽ ഓർത്തെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകൾ എന്തൊക്കെ എന്നതിലേക്കൊക്കെ ഇപ്പോൾ ലോകം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്നുള്ളതും പ്രധാനമാണ്. 266ാമത്തെ മാർപ്പാപ്പയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബിജു മുത്തത്തി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ബിജു, നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ, പോപ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ, ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം കത്തോലിക്ക സമൂഹത്തിൻ്റെ ഒരു പൊതു വിശ്വാസ സമൂഹത്തിനൊപ്പം മാത്രം സഞ്ചരിച്ച് മുന്നോട്ട് പോയ ആളല്ല. അതിനപ്പുറം ഒരു ലോകത്തെ കാണുകയും പലപ്പോഴും വേദനിക്കുന്നവരെ കൂടുതലായി കണ്ട് നിലപാടുകൾ ശക്തമായി പറയാൻ, പല പ്രശ്നങ്ങളിലും ആ നിലയിൽ കത്തോലിക്ക സമൂഹത്തെ തന്നെ നവീകരിക്കും വിധത്തിലേക്ക് ഇടപെടുകയും ഒക്കെ ചെയ്ത പോപ്പ് മാർപ്പാപ്പ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ എപ്പോഴും ഓർക്കുകയില്ലേ ലോകമാകെ? ശരിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പോപ്പ് ഫ്രാൻസിസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ മനസ്സിൽ ഒരു വ്യത്യസ്തനായ പോപ്പ് എന്ന ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. ഏതാണ്ട് 1282 വർഷത്തിന് ശേഷം, നോക്കുക എത്ര ദീർഘമായ കാലമാണ്. 1282 വർഷത്തിന് ശേഷമാണ് യൂറോപ്പിൽ നിന്നും ഒരാൾ, അതും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഒരാൾ, ക്രിസ്തീയ സഭയുടെ പരമോന്നതമായ ക്രിസ്തീയ സഭയുടെ
പരമോന്നത സ്ഥാനത്ത് അവരോധിതനായ പോപ്പ് ഫ്രാൻസിസായി അറിയപ്പെടുന്നത്. അദ്ദേഹം പല മറ്റ് പോപ്പുമാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം മതവിശ്വാസികൾക്കും മതേതര വിശ്വാസികൾക്കും ഒപ്പം തന്നെ അത്തരത്തിൽ മതവിശ്വാസികൾക്കും ദൈവവിശ്വാസികൾക്കും വിശ്വാസം തീരെയില്ലാത്തവർക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാലകശക്തിയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരും മതവും തമ്മിൽ ഉയർന്നു വരേണ്ടുന്ന പുതിയ സംവാദങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. വലിയ വായനക്കാരനായിരുന്നു, സിനിമ കാണുമായിരുന്നു. പഴയ ക്രിസ്തീയ സഭകൾ പണ്ട് കാലത്ത് ചെയ്ത പല അനീതികൾക്കും പിൽക്കാലത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അത്തരത്തിലൊക്കെ ലോകത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പോപ്പായിരുന്നു. വളരെ പ്രിയ ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു. അത്തരത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഉയർന്നു വന്ന വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ ശബ്ദിക്കുന്ന ഒരു പോരാളിയായും അദ്ദേഹം ഫ്രാൻസിസ് പോപ്പ് ലോകത്തിന് മുന്നിൽ പല രീതിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോപ്പാണ്. ഇന്നലെ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസമാണ്. ഉയർത്തെഴുന്നേൽപ്പ് ദിവസം കഴിഞ്ഞതിന് ശേഷം ലോകം മുഴുവൻ ക്രിസ്തുവിനെ വണങ്ങി നിൽക്കുന്ന ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ക്രിസ്തുമതത്തിന്, ക്രിസ്തീയ ചിന്തകൾക്ക് പുതിയ ഭാഷ്യവും പുതിയ ഭാഷയിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട പോപ്പ് ഫ്രാൻസിസ് ഇപ്പോൾ വിടവാങ്ങുന്നത്. ശരത്. റൈറ്റ്. ഇപ്പോൾ ബിജു മുത്തത്തി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അദ്ദേഹത്തെ സർവാദരണീയനായി മാറ്റിയ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ബിജു സൂചിപ്പിച്ചതുപോലെ സർവാദരണീയനായി ലോകം അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ വിശ്വാസ സമൂഹത്തിനപ്പുറവും അദ്ദേഹം ഏറെ സഞ്ചരിച്ചു. അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സവിശേഷമായ ഇടപെടലും നിലപാടും കൊണ്ട് തന്നെയല്ലേ? തീർച്ചയായും. ഈ പലസ്തീൻ സമയത്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അദ്ദേഹം പുൽക്കൂട്ടിലെ കഫിയയിൽ പലസ്തീനിലെ സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത തരത്തിൽ അതെ. ബിജു മുത്തത്തി, ഞാൻ മടങ്ങി വരാം.